ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്നൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഒരു ബ്രെഡ് ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അത് കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചത് വേണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗരം മസാല 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ജിഞ്ചർ പേസ്റ്റ് 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് തൈര്, പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങ. ആദ്യം നമ്മൾ ലെമൺ ഇതുപോലൊരു അരിപ്പയിലൂടെ നന്നായി പിഴിഞ്ഞെടുക്കണം. കുരുക്കളൊന്നും ഇല്ലാണ്ട് നീര് മാത്രമായിട്ട് എടുക്കാൻ. പിന്നെ തൈര് അതൊരു 1.5-2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഉപ്പ്, പിന്നെ ബാക്കിയുള്ള എല്ലാ മസാലകളും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഇത് മാരിനേഷന് വെക്കണം. ഇനി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലൊരു ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാൻ കുറച്ച് പൊട്ടറ്റോ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് നീളത്തിൽ. ഈ പൊട്ടറ്റോൻ്റെ പകരം നിങ്ങൾക്ക് ക്യാബേജൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ക്യാബേജൊന്നും ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ എടുത്തെന്ന് മാത്രം. ക്യാബേജ് അതുപോലെ ലീഫ് വെജിറ്റബിൾസ് ലെറ്റൂസൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഓൾറെഡി ആ പാത്രത്തിൽ കുറച്ച് നമ്മൾ ചിക്കന് വേണ്ടി മാരിനേഷന് വേണ്ടി എടുത്ത കുറച്ച് കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി മിക്സായിട്ട് ഒരു മസാല ആയിക്കോളും. ഇനി അതൊന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്താണെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഓയിലിൽ ഞാൻ വേവിച്ചെടുക്കണ പോലെയാണ് ചെയ്യണത്. ഇപ്പോൾ പൊട്ടറ്റോ ഇവിടെ റെഡി ആയി തുടങ്ങി, വെന്ത് ഒരു ചെറിയ ഫ്രൈ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സവാള ഇതുപോലെ കനം കുറച്ചിട്ട് കുറച്ച് നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളിക്ക് കുറച്ച് മതിയാവും. അതിൽ ഈ ഉള്ളിലത്തെ ആ പോർഷൻ എടുത്ത് കളഞ്ഞിട്ട് പുറം ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് തൈരുമാണ്. ഇനി ഈ മയോണൈസിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് തൈര് ആഡ് ചെയ്താൽ മതി, കൂടുതലായിട്ട് ആഡ് ചെയ്യണ്ട. അപ്പോൾ അതിൽ തൈരിൻ്റെ ടേസ്റ്റ് അല്ല നമുക്ക് വേണ്ട, മയോണൈസിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. പിന്നെ തൈരാണ് ചെറിയ പുളിയും എല്ലാം കൂടി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ, പിന്നെ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചത്, പിന്നെ പൊട്ടറ്റോ, സവോള, പിന്നെ മയോണൈസ് ആൻഡ് കേർഡ് മിക്സ്. അപ്പോൾ നമ്മുടെ പാനിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ആ മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസ് കേർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ജ്യൂസി പോലെ ആക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്രെഡാണ് എടുക്കേണ്ടത്. അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് എടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ബ്രെഡാണ്. പിന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദമാവ്, അതായത് അരി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മൈദമാവ് കലക്കിയതും പിന്നെ ഒരു മുട്ടയും കലക്കിയതുമാണ് വേണ്ടത്. ഇനി ബ്രെഡിൻ്റെ സൈഡിൽ മൈദമാവ് 4 ചുറ്റും തേച്ച് കൊടുക്കുക. അതുപോലെ 2 ബ്രെഡിൻ്റെ സൈഡിലും തേച്ച് കൊടുക്കുക. ഇനി ബ്രെഡിൻ്റെ നടുക്ക് നമ്മുടെ ചിക്കൻ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ബ്രെഡ് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അവിടെ പേസ്റ്റായിരിക്കും, 4 സൈഡും പേസ്റ്റായിരിക്കും. കണ്ട് ഇതുപോലെ 4 സൈഡും സീലായിക്കോളും, നന്നായി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ. നെക്സ്റ്റ് ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സീൽ ചെയ്ത് വെച്ച ബ്രെഡ് 4 സൈഡും മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് ആ ബ്രെഡ് പാനിൻ്റെ ഓയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് 4 സൈഡൊന്ന് സീൽ ചെയ്തെടുക്കണം. മുട്ടയിൽ നമ്മൾ മുക്കിയിട്ടുള്ള കാരണം പെട്ടെന്ന് അത് സീലാവും 4 സൈഡും, അപ്പോൾ പിന്നെ പൊട്ടിപ്പോരില്ല. എന്നിട്ട് ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുക. ഇപ്പോൾ ബ്രെഡ് 2 സൈഡും മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.